ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 219. വടക്കു പടിഞ്ഞാറൻ കാറ്റിന് ക്രേത്ത ദ്വീപ് മറയാക്കി നീങ്ങുന്ന ഒരു കപ്പലിന് പോകാവുന്നതിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു തുറമുഖമാണ് ശുഭ തുറമുഖം. കാരണം 10 കിലോമീറ്റർ അപ്പുറമുള്ള മെറ്റാല മുനമ്പ് കഴിഞ്ഞാൽ ദ്വീപിൻ്റെ കരഭാഗം വടക്കു പടിഞ്ഞാറോട്ട് വളയുകയാണ്. അപ്പോൾ ശക്തിയായ പടിഞ്ഞാറൻ കാറ്റിനെ കപ്പൽ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അനുകൂലമായ കാറ്റ് ഇടയ്ക്കെങ്ങാനും പ്രതീക്ഷിച്ച് അവർ ശുഭ തുറമുഖത്തേക്ക് പല ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അപ്പോഴേക്കും നോമ്പും കഴിഞ്ഞിരുന്നു. അതായത് പാപപരിഹാര പെരുന്നാളിനെയാണ് ഇവിടെ നോമ്പ് എന്ന് പറയുന്നത്. അതായത് സെപ്റ്റംബർ ഒടുവിലോ ഒക്ടോബർ ആദ്യമോ വരുന്ന മഹാപാപരിഹാര പെരുന്നാളിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. AD 59 ഇത് ഒക്ടോബർ 5-ാം തീയതിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഫൊയ്നിക്ക എന്ന ക്രേത്ത തുറമുഖം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഫോയ്നീസ് ആണ്. ഫൊയ്നിക്ക എന്നത് സോരിനോടും സീതനോടും ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ആ ഭാഗം. അങ്ങനെയെങ്കിൽ നവംബർ 11 മെഡിറ്ററേനിയൻ കടലിലെ കപ്പൽ യാത്ര അവസാനിപ്പിക്കാം. കാരണം ശീതകാലത്ത് അനേക ദിവസങ്ങൾ തന്നെ ആകാശം മേഘാവൃതമായിരിക്കും. ഈ അപകട ദിനങ്ങൾക്ക് മുമ്പ് കപ്പൽ റോമിലെത്തുക അസാധ്യമാണെന്ന് വ്യക്തമായി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സുരക്ഷാ സ്ഥാനത്ത് ശീതകാലം കഴിച്ചുകൂട്ടി പിന്നീട് യാത്ര തുടരുകയെ നിവൃത്തിയുള്ളൂ എന്ന് വന്നു. അതിനു പറ്റിയ സ്ഥലം ഏതാണ്? ഇതായിരുന്നു ഈ കപ്പലിനകത്തുള്ള കപ്പിത്താൻ്റെയും മറ്റുള്ളവരുടെയും ചർച്ചാ വിഷയം. എന്നാൽ ഇത്രയും യാത്രക്കാർക്ക് ശീതകാലം മുഴുവൻ താമസിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കണം. കൂടാതെ കപ്പലിലെ ഗോതമ്പ് കേടുവരാതെ കരയിൽ സൗകര്യമായ സ്ഥാനത്ത് സൂക്ഷിക്കണം. ശുഭ തുറമുഖത്തിന് പരിമിതമായ സൗകര്യങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. അതിനോട് ഏറ്റവും അടുത്ത ലസയ്യ പട്ടണം 8 കിലോമീറ്റർ ദൂരെയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഈ വെളിച്ചത്തിൽ ഇവിടെ നിന്നും നീങ്ങി ഫൊയ്നിക്ക തുറമുഖത്ത് എത്തുകയും വേണം. അവിടെ ശീതകാലം കഴിക്കാം. കപ്പിത്താനും കപ്പലുടമസ്ഥനും പറഞ്ഞ ഈ അഭിപ്രായത്തിൽ നിന്നാണ് വ്യത്യസ്തമായൊരു അഭിപ്രായം പൗലോസ് പറഞ്ഞു. കപ്പൽ അവിടെ നിന്ന് നീക്കിയാൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല ജീവന് തന്നെയും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു പൗലോസിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇപ്പോൾ ഈ കപ്പലിലെ ഏറ്റവും വലിയ ആധികാരിയായി പറയുവാൻ അല്ലെങ്കിൽ അധികാരിയായ ശതാധിപൻ കപ്പിത്താൻ്റെയും കപ്പലുടമസ്ഥൻ്റെയും വാക്ക് മാത്രമാണ് കേൾക്കുവാൻ ചെവി കൊടുത്തത്. മാത്രമല്ല കപ്പലിലെ ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായവും ഫൊയ്നിക്ക് പോകണം എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ തെക്കൻ കാറ്റ് അടിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഫൊയ്നിക്കയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൻ്റെ പിന്നിലെ ബുദ്ധിയിൽ അനൽപമായ അഭിമാനം ഇങ്ങനെ കപ്പൽക്കാർക്ക് തോന്നുകയും ചെയ്തു. കപ്പൽ ദ്വീപിൻ്റെ മറവിൽ കൂടി ഫൊയ്നിക്കയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. വളരെ പ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി കപ്പൽ പടിഞ്ഞാറോട്ട് നീങ്ങി. മെറ്റാല മുനമ്പ് ചുറ്റി വടക്കു പടിഞ്ഞാറേക്ക് ഈ കപ്പൽ തിരിഞ്ഞു. ഈ സമയം ക്രേത്തയുടെ ഉയർന്ന കൊടുമുടിയായ ഐഡ അത് കാർമേഘം കൊണ്ട് മൂടിയിരുന്നു. പെട്ടെന്ന് കാറ്റിന് വളരെ മാറ്റമുണ്ടായി. ഐഡയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഈ വടക്ക് കിഴക്കൻ കാറ്റിൽ കപ്പൽ പെടുകയും വിരിഞ്ഞു നിന്ന പായ് കാറ്റ് പിടിച്ച് പായ്മരം വിറയ്ക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇനി പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറവിൽ ഓടുക എന്നുള്ളതായിരുന്നു. കപ്പിത്താൻ ആ നിലയിൽ ആ കാര്യം സാധിക്കുകയും ചെയ്തു. തൽക്കാലത്തേക്ക് ലഭിച്ച ഈ നേരിയ ആശ്വാസം മുതലെടുത്ത് ഇതുവരെ കപ്പലിൻ്റെ പിൻപിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുവന്നിരുന്ന തോണികൾ, അതായത് ലൈഫ് ബോട്ടുകൾ, വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവർ കപ്പലിലേക്ക് വലിച്ചു കയറ്റി. ഈ ശ്രമത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് പങ്കുചേർന്നു എന്നുള്ളതാണ്. മാത്രമല്ല കപ്പലിൻ്റെ പലകകൾ ഇളകിപ്പോകാതിരിക്കാൻ കനത്ത കയറുകൾ കൊണ്ട് കപ്പൽ ചുറ്റിക്കെട്ടുകയും ചെയ്തു. കൂടാതെ അണിയവും അമരവുമായും വലിയ വടം കൊണ്ട് കൂട്ടിക്കെട്ടി. ഇത്തരം അവസരങ്ങളിൽ കപ്പൽക്കാർ ചെയ്യുന്ന സുരക്ഷാ നടപടികൾ ഇതൊക്കെ തന്നെയാണ്. ഇതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം കൂടി അവർ ചെയ്തു. കൈവിട്ട് പാറിപ്പോകുന്ന കപ്പൽ ആഫ്രിക്കൻ തീരത്തുള്ള അപകടകരമായ മണൽത്തിട്ടകളിൽ ഒന്നിൽ തട്ടിത്തകരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പായ് ഇറക്കി വയ്ക്കുകയും ചെയ്തു. എന്നാൽ ക്ലൗദയുടെ മറവിൽ നിന്നും അകന്ന കപ്പൽ തികച്ചും ഈശാനമൂലൻ്റെ പിടിയിൽപ്പെട്ട് പിടയുകയായിരുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.